സുവർണ കഥകളിലേക്ക് സ്വാഗതം. കഥ ആവർത്തന കാഴ്ച. എഴുതിയത് CV ബാലകൃഷ്ണൻ. ഇക്കോപ്പായി ഷാപ്പുടമ എല്ലാവരോടുമായി പറഞ്ഞു, ഇനി ആരും ഒച്ചയിടല്ലേ, തെരേശ വല്യമ്മച്ചി വരുന്നുണ്ട്. 12 മണി നേരം. സൂര്യൻ ഉച്ചിയിലെത്തിയിട്ടില്ല. ടാറിട്ട റോഡിൽ നിന്നിറങ്ങിയുള്ള ചരലുവഴിയിൽ തെരേശാമ്മയുടെ രൂപം തെളിഞ്ഞു കണ്ടു. അരക്കയ്യൻ ചട്ടയും ഞൊറിച്ചിലിട്ട വെള്ളമുണ്ടും കഴുത്തിൽ കാശുരൂപവും 2 കാതിലും ഞാത്തിയിട്ട വലിയ കുണുക്കുകളുമായി തെരേശാമ്മ നടന്നടുത്തു. എന്നത്തെയും പോലെ ഒറ്റാം തടി, കുട ചൂടുന്ന പതിവില്ല. തൂക്ഷിച്ച് ഇക്കോപ്പായി കരുതൽ കാട്ടി. ഞാൻ ഇന്നലെ വന്നതല്ലേടാ. തെരേശാമ്മ അകത്തോട്ട് കാൽ വച്ചു. ഷാപ്പിലുള്ളോര് ഒന്നടങ്കം ഒരു പുണ്യാളത്തിയെ കണ്ടതുപോലെ എഴുന്നേറ്റു. തെരേശാമ്മ ആകെ ഒന്ന് നോക്കി തൃപ്തിപ്പെട്ട് ശിരസിളക്കിക്കൊണ്ട് ഷാപ്പിൽ തനിക്ക് മാത്രമായുള്ള മുറിയിലേക്കു നടന്നു. തെരേശ വല്യമ്മച്ചിക്കു കഴിക്കാനുള്ളത് ഷാപ്പ് തുറന്ന് ചെത്തുകാർ ഓരോരുത്തരിൽ നിന്നും കള്ളളന്നു വാങ്ങിയപ്പോൾ തന്നെ 3 മൺകുടങ്ങളിലായി പകർന്നു വെച്ചിട്ടുണ്ട്. ഒരു തുള്ളി പോലും വെള്ളം തൊടുവിക്കാതെ. ഇക്കോയി നേരുള്ളവനാണേ, കളിപ്പീര് കാട്ടില്ലേ, മറ്റുള്ളവരോട് സ്വൽപ്പിച്ചേ. ഇക്കോയേ. എന്നാ വല്യമ്മച്ചി? മഞ്ഞക്കൂരിയുണ്ട്, വറ്റയുണ്ട്, മോതയുണ്ട്. പീരയോ? നെത്തോലിയല്ല, ചെറിയ ചാളയാ. ഓരോന്നായി എടുത്തോ. തെരേശാമ്മ ഇക്കോപ്പായി ഒഴിച്ചു കൊടുത്ത കള്ള് പതിവിൻപടി കണ്ണടച്ചുള്ള ചെറു പ്രാർത്ഥനയ്ക്ക് ശേഷം ഒറ്റ വലിക്കു തീർത്തു. അപ്പോഴേക്കും ലില്ലിക്കുട്ടി മഞ്ഞക്കൂരിയും മീൻപീരയുമായി വന്നു. തെരേശാമ്മ അവളെ വിളിക്കുക ലില്ലിക്കൊച്ചേ എന്നാണ്. അവള് വെച്ചുണ്ടാക്കുന്ന താറാവ് വിഭവങ്ങൾ, റോസ്റ്റും മാപ്പാസും തെരേശാമ്മയ്ക്ക് വലിയ പ്രിയം. അവളുടെ അമ്മച്ചി ഏലീശയുടെ കൈപുണ്യം. എൻ്റെ ലില്ലിക്കൊച്ചേ, രാത്രിയിൽ ഇന്നലെ എലീശയെ ഞാൻ കണ്ടു. കട്ടിലിനടുത്തു വന്നു നിന്ന് അവൾ എന്നോട് ചോദിക്കുക വരുന്നില്ലേന്ന്. ലില്ലിക്കുട്ടി ചിരിച്ചു. പഴയ കൂട്ടുകാരിയല്ലയോ. ഞാൻ പറഞ്ഞു ഇങ്ങോട്ട് തിരികെ പോരാൻ, കളിയും ചിരിയുമായി ഇവിടെ കഴിയാംന്ന്. എന്നിട്ട് അമ്മച്ചിയോ? അവള് കർത്താവിനോട് വല്ലാതങ്ങ് അടുത്തത്രേ, പിരിയാൻ മേലാന്ന്. ഓ, വന്നാ നന്നായിരുന്നു. വേണേൽ പ്രാർത്ഥിക്കാം. പ്രാർത്ഥിച്ചോ. പക്ഷേ എങ്കിലും ലില്ലിക്കൊച്ചെ, എല്ലാ പ്രാർത്ഥനയ്ക്കും മറുപടി കിട്ടുകയില്ല. അതു നേരാ, കർത്താവിന് തോന്നണമല്ലോ. അവിടെ എന്നതാ ഉറക്കമല്ലയോ, ഏതു നേരത്തും ഉറക്കം. പക്ഷേ അഗസ്തീന്യന്റെ കാര്യത്തിൽ ഒരു വേർതിരിവുണ്ടെന്ന് തെരേശാമ്മയ്ക്ക് നല്ലതിൻവണ്ണം ബോധ്യമുണ്ട്. അഗസ്തീന്യ് ഉറങ്ങുകയല്ല, ഇഷ്ടസംഗീതോപകരണമായ റവേക്ക വായിക്കുകയാണ്. അഗസ്തീന്യ് കള്ള് തൊടില്ല, ദ്രാക്ഷാരക്തമായ വീഞ്ഞ് തൊടില്ല. പക്ഷേ സിരകളിലുണ്ട് സംഗീതത്തിന്റെ തീരാലഹരി. തെരേശാമ്മയെ കള്ളിന്റെ രുചി അറിയിച്ചത് അപ്പനായ കൊച്ചുവറിയതാണ്. ലോകര് കൊച്ചുവറിയതിനെ ബഹുമാനപൂർവ്വം വിളിച്ചിരുന്നത് വറീതപ്പാപ്പനെന്ന്. അവസാന കാലത്ത് നടക്കാൻ മേലാതായി, കാല് നിലം തൊടില്ല, കള്ള് വേണം താനും. ഇട്ടിയനം ഷാപ്പിൽ പോവില്ല, വലിയ കുടുംബക്കാരിയാണ്. പിന്നെയുള്ളത് തെരേശ. കൊച്ചുവറിയത് മോളെ അരുമയോടെ വിളിക്കും. തെരേശ ഒരു കന്നിയാവ്, ഷാപ്പിൽ പോണത് ഇട്ടിയനത്തിന് താങ്ങാവുന്നതിനുമപ്പുറമാണ്. എടിയെ, മുട്ടായുക്തിയും തറുതലയും പറയാതെ. അവള് പോയാൽ ആരും പിടിച്ചു വിഴുങ്ങത്തൊന്നുമില്ല. കൊച്ചുവറിയത് കയറ്റുകട്ടിലിൽ കിടന്ന് ഒച്ചയിടും. ഭുജവീര്യം പാടെ ചോർന്നിരുന്നില്ല. ഇക്കോപ്പായി തെരേശാമ്മയെ നോക്കി എന്തോ ഓർച്ചയിലാണ്. വല്യമ്മച്ചിയുടെ മനസ്സ് ആർദ്രമാവുക തൻ്റെ മരിച്ചുപോയവരെ ഓർക്കുമ്പോഴാണ്. ഒത്തിരി പേരുണ്ട് അവരിൽ ഓർമ്മയുടെ കടിഞ്ഞൂൽ അഗസ്തീന്യു തന്നെ. അതെ, റവേക്കയുടെ നാദം തെരേശാമ്മയുടെ കാതുകളിൽ, ഹൃദയത്തിലും തേനിനേക്കാളും മധുരിമയോടെ കിനിഞ്ഞിറങ്ങുകയാണ്. പച്ചപ്പുല്ലിന്റെ താഴ്വാരത്തേക്ക് ഇളവെയിലിൽ ആകാശങ്ങളുടെ അതിരറ്റ വാത്സല്യം പോലെ ഒരു മഴ. ഇക്കോയി കേൾക്കുന്നില്ലേ? ചെവി കൂർപ്പിച്ച് ഇക്കോപ്പായി ഒരു ശ്രോതാവായി. ഉണ്ട്, കേമമല്ലയോ? ഞാൻ പറയണോ? തെരേശാമ്മ കണ്ണടച്ചിരുന്നു. അഗസ്തീന്യന്റെ കയ്യിലെ റവേക്ക ഒരു നിമിഷം പോലും നിശബ്ദമായില്ല.
അതിൻ്റെ അനുസ്യുതി കാലവുമായി ഇടകലർന്നു. തിടുക്കനെ നാദം മുറിഞ്ഞു. തെരേശാമ്മയുടെ കാതുകളിലെ കുണുക്കുകൾ വിറകൊണ്ടു. പരുക്കനായ ഒരു ആരവം, ഒത്തുചേർന്ന കൂക്കുവിളികൾ ചെവിപ്പാടകളെ തുളച്ചു. തെരേശാമ്മ അന്താളിപ്പോടെ കണ്ണുമിഴിച്ചു. ഒന്നും കാണാനില്ലെന്നു തോന്നി. കണ്ണു മങ്ങിയ പോലെ. മ്ലേച്ഛതകളുടെ ജനമേ, വക്രതകളുടെ ജനമേ, നേരില്ലാത്ത ജനമേ, ഭോഷത്തരവും അജ്ഞാനവും മാത്രം കൈമുതലായ ജനമേ. വെളിയിൽ ആരുടെയോ ശാപം ചൊരിച്ചില്. ഇക്കോയിയെ! തെരേശാമ്മ ഒച്ച ഉയർത്തി വിളിച്ചു. പാഞ്ഞു വന്നത് ലില്ലിക്കുട്ടിയാണ്, മീനിനുള്ള അരപ്പ് കൈകളിൽ. ലാസർ ഉപദേശിയാ, അവരാണ്ടം പിടിച്ച ചെറുക്കന്മാരെ കല്ലെറിയുന്നു, ഓടിച്ച് ഇവിടം വരെയായി. ലില്ലിക്കുട്ടി തിടുക്കത്തിൽ പറഞ്ഞു തീർത്ത് തിരികെ പോയി. ഷേ! തെരേശാമ്മ കടുത്ത ഇച്ഛാഭംഗത്തോടെ മുഖം വക്രിപ്പിച്ചു. കുടത്തിൽ ശേഷിച്ച കള്ള് ഗ്ലാസ്സിലൊഴിക്കാതെ വായിൽ കമിഴ്ത്തി. മേമ്പൊടിയായി ചുട്ട മീനിന്റെ ഒരു തുണ്ട്. ലാസർ ഉപദേശി അക്രമികളുടെ നേർക്കുള്ള ശാപം ചൊരിച്ചില് തുടരുകയായിരുന്നു. ദുർഭൂതങ്ങളെ, മിഥ്യാമൂർത്തികളെ! എതിർപക്ഷത്തുനിന്ന് കൂക്കും കല്ലേറും. ഇക്കോപ്പായിയുടെ സന്ധിശ്രമം വൃഥ. ഷാപ്പിലുണ്ടായിരുന്നവരത്രയും പിറകിലുണ്ട്. അവരുടെ നേർക്കു തിരിഞ്ഞപ്പോൾ ലാസർ ഉപദേശിയുടെ സ്വരത്തിന് നേർമയായി. രക്ഷിക്കപ്പെട്ട ജനമേ! തെരേശാമ്മ പുറത്തേക്കു വന്നത് അതും കേട്ടുകൊണ്ടാണ്. അറച്ചു നിന്നില്ല. കല്ലേറിന്റെ ക്ഷതങ്ങളോടെ നിൽക്കുന്ന ലാസർ ഉപദേശിയുടെ അടുത്തേക്കു ചെന്ന് ബലം ക്ഷയിച്ച മെലിഞ്ഞ ദേഹം തെരേശാമ്മ തന്റെ ദേഹത്തോട് ചേർത്തു. അതിനിടയിൽ 2-3 കല്ല് തെരേശാമ്മയെയും നൊമ്പരം കൊള്ളിച്ചു. കണ്ണി ചോരയുണ്ടോടാ നിങ്ങക്ക്? തെരേശാമ്മ അലറി. അതൊരു പറപ്പൻ കാറ്റായി. കാറ്റിൽ കരിയിലകൾ പാറും മട്ടിൽ അക്രമികൾ ചിതറി. ഉപേക്ഷിക്കപ്പെട്ട കല്ലുകൾ പാഴ്മണ്ണിൽ വീണുകിടന്നു. ലാസർ ഉപദേശി വിതുമ്മി. തെരേശാമ്മ ഇക്കോപ്പായിയെ അടുത്തേക്ക് വിളിച്ചു. എടാ, അടുത്തെങ്ങാനും മുറികൂടി പച്ചയുണ്ടോ? കിണറ്റിനപ്പുറത്തുണ്ട്. പിഴിഞ്ഞ് ഈ കാണുന്ന മുറിവിലൊക്കെ പുരട്ട്. ഓ, ഉപദേശിയെ കാണുമ്പം 2 നാളായി ഒന്നും കഴിക്കാത്ത പോലാണല്ലോ. ലാസർ ഉപദേശി തല താഴ്ത്തി. അപ്പം കൊണ്ട് മാത്രമല്ലെന്നൊക്കെ ഒരു ഊറ്റത്തിന് പറയാം. പക്ഷേങ്കില് എല്ലാരും ക്രിസ്തുവല്ല. ഞാൻ പറയേണ്ടല്ലോ, ക്രിസ്തു ചെയ്ത വലിയ കാര്യം എത്രയോ പേരുടെ വിശപ്പ് മാറ്റിയതാണ്. വെള്ളത്തിനും ഇതേ കൂടി നടന്നതല്ല. വായിച്ചിട്ടില്ലേ? എല്ലാവരെയും പുൽത്തകിടിയിൽ കൂട്ടം കൂട്ടമായി ഇരുത്തുവാൻ അവൻ അവർക്കു നിർദ്ദേശം നൽകി. 100-50 വീതമുള്ള കൂട്ടങ്ങളായി അവർ ഇരുന്നു. അവൻ 5 അപ്പവും 2 മീനുമെടുത്ത് സ്വർഗത്തിലേക്ക് നോക്കി. കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് അപ്പം മുറിച്ച ശേഷം ജനങ്ങൾക്കു വിളമ്പുവാൻ ശിഷ്യന്മാരെ ഏൽപ്പിച്ചു. ആ 2 മീനും അവൻ എല്ലാവർക്കുമായി വിഭജിച്ചു. അവരെല്ലാവരും ഭക്ഷിച്ച് സംതൃപ്തരായി. ബാക്കി വന്ന അപ്പക്കഷണങ്ങളും മീനും കൂടെ 12 കുട്ട നിറയെ അവർ ശേഖരിച്ചു. അപ്പം ഭക്ഷിച്ചവർ 5000 പുരുഷന്മാരായിരുന്നു. തെരേശാമ്മ പറഞ്ഞു നിർത്തുന്നതിനു മുൻപേ ലാസർ ഉപദേശിയുടെ കണ്ണു തള്ളിയിരുന്നു. മുറിവുകളിൽ ചോര പൊടിയുന്നുണ്ടായിരുന്നെങ്കിലും നോവ് തോന്നിയില്ല. ഇക്കോയിയെ, ഉപദേശിക്ക് കഴിക്കാൻ എന്താ വേണ്ടതെന്ന് വെച്ചാ കൊടുക്ക്. എന്റെ പറ്റില്. തെരേശാമ്മ പറഞ്ഞു. പോകാറായി. തെരേശാമ്മ നടന്നു. റവേക്ക ശ്രുതിമധുരമായി വായിച്ചുകൊണ്ട് അഗസ്തീഞ്ഞ് പിറകെ. പപ്പുപോലത്തെ മേഘങ്ങൾക്കപ്പുറത്തു നിന്ന് ഒരു ചിരി. മറ്റൊരു കഥയുമായി വീണ്ടും കാണാം പ്രതീക്ഷയോടെ. നന്ദി.